പ്രിയമുള്ളവരെ, എന്നെ ഞാനാക്കിയ എൻ്റെ അമ്മയുടെയും എന്നെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന എൻ്റെ ഏട്ടൻ ദിയ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD രാജീവ് മേനോന്റെയും പാവന സ്മരണയ്ക്ക് മുന്നിൽ ഒരു നിമിഷം ആദരവർപ്പിക്കാം. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ വന്നനിക്ക് ഒരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട്. സർപ്രൈസോ? എന്ത് സർപ്രൈസ്? അതിപ്പോ പറഞ്ഞാൽ എങ്ങനെയാ സർപ്രൈസ് ആകില്ലല്ലോ. ധീമോൾ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. അവള് പിന്നെ എവിടെയായിരിക്കും? എന്തായാലും മോളെ ഒറ്റയ്ക്കാക്കിട്ട് വരില്ല. ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും അവള്. നോക്കാം. വിശക്കുന്നു. കുറച്ച് വെള്ളെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ. രാജീവേട്ടന്റെ കഠിനാധ്വാനവും അമ്മയുടെ ആത്മാർത്ഥമായ ഇടപെടലുകളും അനുഗ്രഹവും കൊണ്ട് മാത്രമാണ് കമ്പനി ഇത്രത്തോളം വളർന്നതെന്ന കാര്യത്തിൽ ആർക്കും എതിരഭിപ്രായം ഉണ്ടാകില്ല. രാജീവ് മേനോൻ എന്ന സമർത്ഥനായ ബിസിനസ്സുകാരന്റെ കുറവിൽ കമ്പനി സ്തംഭിച്ചു നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഈ സാഹചര്യത്തിൽ കമ്പനി ടേക്ക് ഓവർ ചെയ്യാൻ ഞങ്ങൾ നിർബന്ധിതരായിരിക്കുകയാണ്. പരേതാത്മാക്കളുടെ അനുഗ്രഹവും നിങ്ങളുടെ അകമഴിഞ്ഞ സഹകരണമൊക്കെ തുടർന്നും ഉണ്ടാകുമെന്ന ആത്മവിശ്വാസമാണ് ഞങ്ങൾക്ക് കരുത്ത് നൽകുന്നത്. ധീമോളെ, 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 ധീമോളെ.
ഈ കമ്പനിയുടെ പ്രോഡക്റ്റിന്റെ ഡിസ്ട്രിബ്യൂട്ടർ എന്ന നിലയ്ക്ക് ഞാൻ പൂർണ്ണ സംതൃപ്തനാണ്. എന്നെ പോലെ തന്നെ ഓരോ ഡിസ്ട്രിബ്യൂട്ടറും പൂർണ്ണ സംതൃപ്തിയോടെ തന്നെ ആവണം ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവേണ്ടത്. അത്തരത്തിലുള്ള ആനുകൂല്യങ്ങളാണ് രാജീവ് സാറിന്റെ കാലത്ത് കിട്ടിയിട്ടുള്ളത്. തുടർന്നും അതേ രീതിയിലാണ് കമ്പനി തുടരുന്നതെങ്കിൽ എല്ലാ സഹകരണങ്ങളും തുടർന്നും ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വാക്ക് തരുന്നു. ദേമോളെ, ദേമോളെ, പൂൾ സൈഡിലേക്ക് വരാത്ത എന്താ? നീ രാജീവേട്ടനെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ നീ ഇരുന്ന് കറങ്ങേണ്ട കസാര ഉണ്ടല്ലോ, അത് ഓഫീസിൽ നിന്ന് എടുത്തങ്ങ് മാറ്റി. ഹേടി, ഈ മനുഷ്യജന്മത്തിൽ ഭാഗ്യം എന്ന് പറയുന്നൊരു സംഗതി കൂടി വേണം. അതില്ലെങ്കിൽ ഇങ്ങനെ നരകിച്ച് ജീവിക്കേണ്ടി വരും. നീ ആരെയടി തിരയുന്നത്? ദീമോൾ എവിടെ? എനിക്ക് തോന്നി. എനിക്ക് മോളെ ഒന്ന് കണ്ടാ മതി. ദിയമോള് ഇവിടെ തന്നെയുണ്ട്, പക്ഷെ നീ കാണില്ല. നിന്നെ കാണാൻ ഞാൻ അനുവദിക്കില്ല. ദിയമോളുമായിട്ട് നിനക്കൊരു ബന്ധവുമില്ല. അതും കൂടി ബോധ്യപ്പെടുത്താനാ നിന്നെ ഇവിടേക്ക് ക്ഷണിച്ചത്. ഏതായാലും നീ വന്നതല്ലേ, ഇവിടെ ആഹാരമൊക്കെ ഉണ്ട്. മൂക്ക് മുട്ട തിന്നിട്ട് സ്ഥലം വിടാൻ നോക്ക്. നീ ഇങ്ങനെ റൂമിൽ നിന്ന് പുറത്തു വന്നേ? നിന്നെ ഞാൻ റൂമിൽ അടച്ചിട്ടിരുന്നാണല്ലോടി. പിന്നെ എങ്ങനെയാടി നീ പുറത്തേക്ക് ഇറങ്ങിയത്? നിന്നെ ആരടി തുറന്നു വിട്ടത്? അല്ലെങ്കിൽ നീ പഠിച്ച കളിയല്ലേ? നിനക്ക് പുറത്തിറങ്ങാൻ ആരുടെയും സഹായമൊന്നും വേണ്ടല്ലോ. നിനക്കെന്താടി വിശപ്പുണ്ടോ? അതുകൊണ്ടായിരിക്കും നീ എച്ചിലൊക്കെ എടുത്ത് തിന്നുന്നേ. ഇങ്ങോട്ട് വരാ, നടക്ക്.
മോളെ 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 കണ്ണു തുറക്കും മോളെ 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 അമ്മയെ നോക്ക് മോളെ അപ്പൊ എല്ലാവരും കൂടി പ്ലാൻ ചെയ്തിറങ്ങിയതാണല്ലേ? കമ്പനി ടേക്ക് ഓവർ എന്ന പേരില് പാവം തീമോളെ സ്വിമ്മിംഗ് പൂളിൽ എറിഞ്ഞു കൊല്ലാൻ നോക്കി. മനുഷ്യത്വം ഇല്ലാത്ത ചെന്നായിക്കള്. ഇതിലൊന്നും ഇടപെടാനുള്ള അവകാശം സ്വാതന്ത്ര്യമൊന്നും നിനക്കില്ല. നീ ഇവളെ പെറ്റവളൊന്നും അല്ലല്ലോ ഇത്രയ്ക്കങ്ങ് നോവാൻ. ഇവളെ കൊല്ലണോ വളർത്തണോ എന്നൊക്കെ ഞങ്ങൾ തീരുമാനിക്കും. എന്റെ രാജീവേട്ടന്റെ മരണത്തിന് ഉത്തരവാദിയായ നിനക്ക് കുഞ്ഞിന്റെ കാര്യത്തെ ചൊല്ലി പൂങ്കണ്ണീരൊഴുക്കാൻ എന്ത് യോഗ്യതയടിയുള്ളത്? മര്യാദയ്ക്ക് കുഞ്ഞിനെ ഇതാടി. അമ്മേ ഇറങ്ങി പോടി, ഇല്ലെങ്കിൽ നിന്നെ ഈ സ്വിമ്മിംഗ് പൂളിൽ ഇട്ട് മുക്കി കൊല്ലും ഞാൻ. എടി, ഓടി. അമ്മേ അറിയാം, കൊന്നറപ്പ് തീർന്ന ആളാണെന്ന് നന്നായിട്ട് അറിയാം. പക്ഷെ എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ച നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടില്ല. അമ്മേ അമ്മ വരും മോളെ, നിന്നെ കൂട്ടിക്കൊണ്ട് പോവാൻ അമ്മ വരും. ഒന്ന് ചിലക്കാതെ ഇറങ്ങി പോടി. ഓടി ഇങ്ങോട്ട്, വാ ഇങ്ങോട്ട്, നടക്കടി ഇങ്ങോട്ട്. ശ്യാമിനെ ഇനിയും കാണുന്നില്ലല്ലോ. പങ്ക്ച്വാലിറ്റിയുടെ രാജകുമാരന് ഇത് എന്തു പറ്റി? ഒരിടത്ത് കാത്തു നിൽക്കുമെന്ന് അറിയിച്ച എനിക്ക് മുന്നേ ആ സ്ഥലത്ത് വന്ന് നിൽക്കുന്നവനാ ശ്യാം. ഹലോ, ഞാൻ അഞ്ജലിയാ. എന്തായി വർഷേ, ശ്യാം വന്നോ? ഇല്ല, വെയിറ്റ് ചെയ്ത് നിൽക്കാ. നീ അവനോട് എല്ലാ കാര്യങ്ങളും സംസാരിക്കണം. ഷുവർ. ശ്യാം,
അവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. നിനക്കവൻ ഫ്രണ്ട് മാത്രമാണോ? ഒരു ഹെൽത്തി ഫ്രണ്ട്ഷിപ്പിനപ്പുറം അല്ല, അവൻ എന്റെ ആരുമാണ്. ആ വിക്രമും ഞാനും തമ്മിലുള്ള ബന്ധത്തിന് അച്ഛനും അമ്മയും സഹോദരങ്ങളും അച്ഛമ്മയും ഒക്കെ സമ്മതം ഒളിയതാ. എന്നിട്ടും ശ്യാമിനോട് ആലോചിച്ച ശേഷം സമ്മതം അറിയിക്കാന്നൊരു തീരുമാനം എനിക്കുണ്ടായത് എന്താ? അതെന്തായാലും നന്നായി. ശ്യാമിനെ ജീവിതത്തിൽ കൂട്ടണം എന്നൊരാഗ്രഹം എന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ടോ? അത് നീ എന്നോടാണോ ചോദിക്കുന്നത്? ഏയ്, അങ്ങനൊരാഗ്രഹം എന്റെ മനസ്സിലെങ്ങും ഇല്ല. ശ്യാമിന്റെ മനസ്സിലും അങ്ങനൊരാഗ്രഹം ഉണ്ടാവില്ല. അല്ലെങ്കിൽ അവനെ പ്രണയിക്കുന്ന ഒരു പെണ്ണിന്റെ കാര്യം അവൻ എന്നോട് പറയോ? അത് ശരിയാ. അവന്റെ കാമുകി ആരാണെന്ന് 1000 വട്ടം ഞാൻ അവനോട് ചോദിച്ചിട്ടും എന്നോട് മാത്രം വെളിപ്പെടുത്തുന്നുമില്ല. അതിന് കാരണം എന്തായിരിക്കും? ഇനി ഒരു പക്ഷേ അവന്റെ കാമുകി നീ തന്നെ ആയിരിക്കോ? അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. ഞങ്ങളുടെ ചിന്തകൾ ഒന്നല്ല, രണ്ടാ. ദേ അവൻ എത്തി അഞ്ജലി, ഞാൻ വിളിക്കാം. വർഷ, ചിന്താവിഷ്ടയായ വർഷ, ആ നിൽപ്പ് കാണാൻ നല്ല ചേലായിരുന്നു. ഒന്ന് പോടാ. തമാശ പറയാനും കേൾക്കാനുള്ള മൂഡിലല്ല ഞാൻ. എനിക്ക് പറയാനുള്ളത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാ. അറിയാം, നിനക്ക് പറയാനുള്ളത് സീരിയസ് ആയിട്ടുള്ള മാറ്റർ ആണെന്ന് ഇന്നലെ അർദ്ധരാത്രിയിൽ നീ ഫോൺ ചെയ്ത് അറിയിച്ചതാണല്ലോ. ക്ഷേത്രത്തിന്റെ മുന്നിൽ കാത്തു നിൽക്കുമെന്ന് അറിഞ്ഞപ്പോ തന്നെ നീ പറയാൻ പോകുന്ന കാര്യത്തിന്റെ പ്രാധാന്യം എനിക്ക് മനസ്സിലായി. സത്യം പറയാലോ വർഷേ, ആ ഫോൺ വന്നതിന് ശേഷം ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. നിനക്ക് പറയാനുള്ള കാര്യം എന്താണെന്നറിയാനുള്ള ഒരു ടെൻഷനിലായിരുന്നു ഞാൻ. ദേ, ഇപ്പോഴും ആ ടെൻഷൻ മാറിയിട്ടില്ല. പറഞ്ഞോ. എനിക്ക് പറയാനുള്ളത് എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാ. അതെ, ഞാൻ പ്രതീക്ഷിച്ചത് അത് തന്നെ. ദേവിയുടെ തിരുമുമ്പിലല്ലേ നമ്മൾ നിൽക്കുന്നത്. ഞാൻ പറയാൻ ബാക്കി വെച്ചത് വർഷം ഇങ്ങോട്ട് പറയുന്നു. പറഞ്ഞോളൂ. നിന്റെ മറുപടിയിലാണ് ശ്യാമേ എന്റെ ഭാവി. വർഷ, എനിക്ക് 100 വട്ടം ഇഷ്ടമാണ് നിന്നെ. വർഷ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. വിക്രം വീട്ടിൽ വന്ന് എന്നെ പെണ്ണ് ചോദിച്ച കാര്യം ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? പറഞ്ഞു. കോടീശ്വരൻ എന്ന മേനി കാട്ടി നടക്കുന്ന ആ പുളുന്താനെ നിനക്ക് ഇഷ്ടമല്ല എന്നും പറഞ്ഞു. അതോടെ ആ ചാപ്റ്റർ ക്ലോസ് ആയില്ലേ? ഇല്ല ശ്യാമേ, ആ ചാപ്റ്റർ വീണ്ടും തുറന്നിരിക്കുക. അച്ഛനും അമ്മയും കൂടി വിക്രമിന്റെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലേക്ക് പോയിരുന്നു. കൊട്ടാര തുല്യമായ വലിയ കമ്പനിയും വിക്രമിന്റെ എളിമയോടെയുള്ള പെരുമാറ്റവും ഒക്കെ അവർക്ക് വളരെ ഇഷ്ടമായി. എന്റെ സഹോദരന്മാരും അയാളെ കുറിച്ച് അന്വേഷിച്ചു. വിക്രമിന്റെ ഗുണഗണങ്ങളെ പറ്റി അല്ലാതെ മോശപ്പെട്ട ഒരു അഭിപ്രായവും എങ്ങു നിന്നും കേട്ടില്ല. അവർക്കും ഈ ബന്ധം വളരെ ഇഷ്ടപ്പെട്ടിരിക്കുക. മറ്റുള്ളവരുടെ ഇഷ്ടാനിഷ്ടങ്ങളല്ല, എന്താണ് വർഷയുടെ അഭിപ്രായം, അതാണ് എനിക്കറിയേണ്ടത്. എനിക്ക് വിക്രമിന് ഇഷ്ടമല്ല, ഞാൻ ശ്യാമിനെ പ്രണയിക്കുന്നു എന്ന് പറ വർഷേ. വർഷേ, എന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. വിക്രമുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് എന്താണ് വർഷയുടെ അഭിപ്രായം? വിക്രമുമായിട്ടുള്ള ബന്ധം എന്റെ ഭാവി ജീവിതത്തിന് ഗുണകരമാവുമെന്ന് എല്ലാരും പറഞ്ഞപ്പോ അത് ശരിയാണെന്ന് എനിക്കും തോന്നി.
അതുകൊണ്ട് വർഷ ഇല്ല, ശ്യാമിന്റെ അഭിപ്രായം ചോദിച്ച ശേഷം സമ്മതം അറിയിക്കാന്ന് ഞാൻ പറഞ്ഞു. പറയ് ശ്യാം, വിക്രമുമായിട്ടുള്ള എന്റെ വിവാഹബന്ധത്തെ പറ്റി എന്താ നിന്റെ അഭിപ്രായം? വിക്രമിനെ വിട്ടേക്ക്. ഞാൻ നിന്നെ പ്രണയിക്കുന്നു പറയടാ. എന്നെ നീ വിവാഹം കഴിക്കാന്ന് പറ. ശ്യാമേ, എന്റെ ചോദ്യത്തിന് മറുപടി കിട്ടിയില്ല.